റിയൽ ലൈഫില് ഞാൻ സ്കേറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു. ചന്തിക്ക് വെടികൊണ്ട് മിയ ഖലീഫയെ കാണാൻ പോണെന്ന്. ദർശനയിലടാ ഫ്രണ്ടിലിരിക്കണേ. ഹലോ ഞാൻ ലൂസിയ. ഗോഡ് ദൈവം വിളിക്കുന്നു, ദൈവം. ഹലോ ഹലോ ഹലോ. ഇന്നലെ ജോക്കി എവിടെ? ഇന്നലെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടായിരുന്നു, മറ്റേ ഭീമാകാരും മിയ ഖലീഫയുടെ കാര്യം. പിന്നെ ചന്തി കേസ്. പിന്നെ ഈ കുണ്ടിക്ക് വെടി കിട്ടിയ മിയെ കാണാൻ വേണ്ടിട്ട് സിറ്റിന്ന് നമ്മൾക്ക് കുറച്ച് പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. വെടി കിട്ടിയ മിയെ കാണാനാ? വെടി കിട്ടിയ മിയെ കാണാൻ. മറ്റേ ഈ KVL അപ്പാപ്പനെയൊക്കെയാണ്, അല്ല KVL ജോണി പാപ്പനല്ലേ, ജോണി മാമൻ പുള്ളിക്കാരനാണ് അതിന്റെ സ്ലോട്ട് സെറ്റാക്കി തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുണ്ടിക്ക് വെടി കിട്ടിയ മിയെ പോയി കണ്ടിട്ട് വരാം. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമാണോ? അതൊരു കാര്യം ചെയ്യും, മുതുക്കിലോട്ട് പോവാ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പോയി അപ്പാപ്പ സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് അങ്ങോട്ട് എന്തോ ഒരു പോക്ക് പോയി. എന്റെ ഉണ്ട് കേട്ടോ സ്കേറ്റിംഗ് ബോർഡ്. സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടോ? ഞാന് റിയൽ ലൈഫില് ഞാൻ സ്കേറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു ശരിക്കും പറഞ്ഞ. അത് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടില്ല അല്ലേ? എനിക്ക് കുറെ ട്രോഫിയും ഇതൊക്കെ ഉണ്ട്. ഞാൻ കിലോട്ട് സ്കേറ്റ് ചെയ്യും. സത്യം തമാശയല്ല, കള്ളത്തിനല്ല. ഞാനൊരു പുറത്തും ഞാനൊരു സ്കേറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു പണ്ട്. എനിക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കേരള ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽസ് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ സ്ട്രീമർ ആവുന്നത്, മനസ്സിലായ? പിന്നെ സ്ട്രീമിങ്ങും സ്കേറ്റിംഗ് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോ ഞാൻ നിർത്തിയതാണ്. കാശ് കൊടുത്ത് എന്തിനു വർത്താനാ? ഹലോ, ഞാൻ താലപ്പൊലിയായിട്ട് മുതുക്കി നിന്ന് വല്ല ഡാൻസ് കളിക്കണോ ഇങ്ങോട്ട് വരാൻ വേണ്ടി? ഇല്ല, വണ്ടി എടുത്തു വരുവാണ്. അത് കിക്കിൽ കാണുന്നോണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്ന പോലെ തോന്നുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അണ്ണാ കിക്കില് ഫുൾ സ്ക്രീൻ വന്നില്ല എന്ന് പറഞ്ഞ് ശരിയൊക്കെ വന്നു. എന്താണ് കിക്ക്? എന്താണ് എനിക്ക് അറിഞ്ഞു, അണ്ണന്റെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞു വന്നല്ലേ. എന്താ ഫുൾ സ്ക്രീൻ കിക്ക്? എനിക്ക് മനസ്സിലാവണല്ലോ. ഇല്ല അണ്ണാ ഇവിടെ അണ്ണൂന് PA വേണമെന്ന് പറഞ്ഞു. അപ്പൊ ദർശനേന് വെക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അണ്ണൂന് PA. ജോക്കിക്ക് PA ആയിട്ട് പെണ്ണുങ്ങളൊന്നും വേണ്ട. അണ്ണു പറഞ്ഞായിരുന്നു അണ്ണൂന് വേണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യിപ്പോ? ഞാൻ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. വില്ല് മോനെ, നീ ജോക്കിക്ക് അവിടുത്തെ വീഡിയോ എത്തിച്ചു കൊടുത്തല്ലേ? ഇല്ല. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു നീയാണെന്ന്. ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്തത് യുമായിരുന്നു. ജുഗ്രു ആരൊക്കെ കൂടിയിട്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ അടുത്ത 5 വാറില് നീ ഇല്ലേ? 5 വാർ സത്യം എന്റെ വീഡിയോ നോക്കിക്കോ. ഫ്രീ വാറില് നീയില്ല, വാറില് നീയില്ല. ഞാൻ ഇല്ലാത്തൊരു വാറുണ്ട്. നീയില്ലാത്ത വാറുണ്ട്, നീയില്ലാത്ത വാറുണ്ട്. ഞാൻ ചോദിച്ചോളാം. ഞാൻ എന്റെ ഫോൺ ചെക്ക് ചെയ്തോ? ഞാൻ ചെക്ക് ചെയ്തോളാം. എയർ ഡ്രോപ്പ് ചെയ്താണ് ഞാൻ എങ്ങനെ അറിയാൻ പറ്റും? നീ ഞാൻ പൊട്ടനാണെന്നാ വിചാരിച്ചേ? എന്ത്? നിന്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് എയർ ഡ്രോപ്പ് ചെയ്തതിന് എങ്ങനെ ഞാൻ എങ്ങനെ നോക്കും? മെസ്സേജ് കൊടുത്താലല്ല നിന്റെ ഫോണിൽ ഉണ്ടാവുള്ളൂ. അണ്ണാ ഞാൻ വീഡിയോക്ക് ബാക്കിലോരിക്കാണ് അയച്ചു കൊടുത്തത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ജോക്കി തന്നെ പറഞ്ഞല്ലോ നീയാണ് പറഞ്ഞതെന്ന്. എന്ത്? ഞാനല്ലല്ലോ, അതൊക്കെ ഫുൾ കള്ളം. ഓക്കെടാ, ഓക്കെ. അപ്പൊ ഈ വയസ്സാം കാലത്ത് ചത്ത് ഈ പ്രായത്തിൽ ഇതൊന്നും ഞാൻ വല്ല അടിയും തരികട വിളിച്ചോണ്ടോ നേരെ.
ചെറുതായിട്ട് ആശുപത്രി പോയിട്ട് കേട്ടോ. ഒരു സ്ട്രക്ചറിൽ കിടന്ന് പോണ പോലെ പോണത്. അത് ബ്രേക്ക് കൺട്രോളാണ് കൊമ്പനെ നോക്കാം, കൊമ്പൻ കൊമ്പൻ വരൂല്ലേ? ഹലോ ഇത് എവിടുന്ന് വന്ന്? നീ സിയോളിലല്ലായിരുന്നോടാ നീ? കഴിഞ്ഞോ? അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞോ? തല്ലൊക്കെ ആവശ്യത്തിന് മേടിച്ചല്ലേ? ആര് നിന്നെ തന്നെ പറക്കിട്ട് അടിച്ചത്? എന്താ നിന്നെ കാണുമ്പോഴേ ഇപ്പൊ എനിക്ക് സാറ്റലൈറ്റിൽ പൊറോട്ട അടി RP പ്ലെയർ എന്ന് പറഞ്ഞാണ് വരുന്നത്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മളെ എല്ലാ നമുക്കൊരു പിടിപാടുണ്ടല്ലോ. ഓൾറൗണ്ടർ ആണ്. ഓൾറൗണ്ടർ. ഓക്കെ ഓക്കെ ഓക്കെടാ. ജോക്കി മുതുക്കില് നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് ചന്തിക്ക് വെടികൊണ്ട മിയ ഖലീഫയെ കാണാൻ പോണെന്ന്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. നമ്മുടെ മെന്നിയണ്ണല്ലേ, പുള്ളി അടയ്ക്കാൻ പണ്ട് പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. പുള്ളി തമിഴ്നാട്ടിലൊരു പൊള്ളാച്ചി എന്ന സ്ഥലത്തായിരുന്നു പുള്ളി കഴിഞ്ഞോണ്ടിരുന്നത്. പുള്ളി അടയ്ക്ക പറിക്കാൻ കയറിയപ്പോഴേ മരത്തിൽ വീണ് ചെറുതായിട്ട് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചായിരുന്നു. അതൊന്ന് അണ്ണൻ്റെ അടുത്ത് പറയണമെന്ന് ഒന്ന് പറഞ്ഞായിരുന്നു. ഹലോ. ചെറുതായിട്ട് ടൈമിംഗ് ഒന്ന് തെറ്റി, ഒരു സെക്കൻഡ് ഡിലേ ഓ ശരിയാ ശരി. ഇതിപ്പോ ആർക്കാണ്ട് കൊടുക്കുന്നത് പോലെ വന്ന് ഇത് തരുന്നത് കേട്ടോ. താല്പര്യമില്ല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഫീലിംഗ്സ് ഇല്ലാത്ത മെന്നിയാണ് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഓ അത് നീ ഞാൻ ഒരു 2 മിനിറ്റ് കരയായിട്ടാളിയാ. അണ്ണന് കരയാം. അണ്ണനെ കൊറേ കഥകൾ പറഞ്ഞ് ഉറക്കിയിട്ടുള്ള മനുഷ്യനാണത്. നിന്റെ ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് അറിയാമോ? നമ്മുടെ ഇവിടെ മാസമായിട്ട് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന എല്ലാവരെയും കൊല്ലുക. അണ്ണന്റെ പരിപാടി എന്താ പറയട്ടാ? അണ്ണ കണ്ടമാരെ റിക്രൂട്ട് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ടമാരെ കൊല്ലണം ഇവിടെ 35ന്റെ അകത്ത്. നീ അത് ഓർത്ത് വലിയ കൺസേൺ ചെയ്യല്ലേ? നീ അതോർത്ത് വലിയ കൺസേൺ ചെയ്യല്ലേ? നീ മറ്റേ നിന്നെ പോലത്തെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളവർ ബാൻ മേടിച്ച് പോകുമ്പോ ഞാൻ ആരെ വെച്ച് കളിപ്പിക്കും? നിനക്ക് കണ്ടുവന്ന ബാബൂര് പോയി മറ്റേ പൊറോട്ട അടിച്ചാൽ മതി. എനിക്കങ്ങനെയാണാ ബാബു ഇത്ര വിഷമമാണ്. എനിക്ക് വിഷമുണ്ട്. അവന് സത്യം പറഞ്ഞ എന്തിനാണ് ഗ്യാങ് ടാഗ്? അവരുടെ ഇന്ന ആൾക്കാരെ കൊല്ലണം, നമുക്ക് മാറിലെടുക്കണം, അടക്കണമെന്നൊക്കെ. കണ്ടില്ല കേട്ടാ. അത് പടിയാവേ. നമ്മള് താഴെ എത്തി. എങ്ങനെയാ കൊമ്പൻ ചരിയാനോ? എടാ വണ്ടിയുണ്ട് എക്സ്ചേഞ്ചിനുണ്ടോ? ദർശനടാ ഫ്രണ്ടിലിരിക്കണേ. വേണ്ട സൈഡിൽ ജോക്കിയണ്ണനുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചാൽ റിപ്പയർ ചെയ്താണെന്ന് പറയാം. എടാ ഒരു ആവശ്യത്തിന് ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഫ്രണ്ടിൽ ശകുനം പോലെ നിക്കണ. അണ്ണാ ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ ദർശനെ വിളിച്ചോണ്ട് വരാം. അയ്യോ നീ അത്രക്ക് വലിയ ഉപകാരം ഒന്നും ചെയ്യല്ലേ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി. അണ്ണനോടൊരു സഹായം ഹലോ കണ്ടെങ്കിൽ പോരെ. ഞാൻ വണ്ടി റിപ്പയർ ചെയ്യാൻ വന്നാടാ. വിളിക്കണം. വണ്ടി റിപ്പയർ ചെയ്യാൻ പോയാൽ നീ ഇവിടെ ഫോൺ വിളിക്കുന്നത് ചന്ദ്ര? അല്ലാണ്ടോ പറഞ്ഞ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നാ. നമുക്ക് പോണ്ടേ? ഇതാണ് ദർശന. ഓ ദർശന. ജോക്കി ഇവിടെ ഇരിക്കുന്നതിന്റെ ഓറ പ്രസൻസിലെ ഞാൻ വേറെ ആരെയും ശ്രദ്ധിച്ചില്ല. അതെ ഞാനൊരു കാര്യം പ്ലാൻ ഓ സുഖം ദർശന. ഫുഡ് കഴിച്ചു. ദർശന ഫുഡ് കഴിച്ചോ? നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ? ഏകദേശം ഒരു 1.5 മാസമായെന്ന് തോന്നുന്നു. കുട്ടിയുടെ പെമ്പിള്ള അടുത്തൊന്നും സംസാരിക്കാറില്ല അധികം. ഞാൻ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ലേ? അതെ. അപ്പം
ഞാൻ വാസുവിന്റെ അടുത്ത് ഈ കാര്യം പിന്നെ സംസാരിക്കാം. വാസുവിന്റെ അടുത്ത് ഞാനിപ്പോ പോകുന്ന വഴിക്ക് സംസാരിക്കാം, അതാ നല്ലത്. ദർശനായിട്ട് പറയണ്ട കേട്ടോ ദർശനെ, ഞാൻ സംസാരിച്ചോളാം. അപ്പൊ ദർശന നോക്കോ, നീ ഇപ്പൊ നമ്മളിവിടെ ലഡ്ഡു കൂടി തരണമൊന്നുമില്ല. അതെ 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 സിറ്റിസൺസിന്റെ അടുത്ത് പൊതുവെ ആ പെണ്ണെന്നല്ലേ പറഞ്ഞ ആണ് പെണ്ണ് എല്ലാവരുടെ അടുത്തും. ഓ നമ്മളൊക്കെ നമ്മള് നല്ല കമ്പനിയാണ്, നമ്മളെ ഇപ്പൊ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇത് ജൂനിയപ്പനായിരുന്നോ? ഒരു ക്ലോസ് ബഡ്ഡിയാണ്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. എന്തായിരുന്നു പരിപാടി? ഒന്നുമില്ല, ഞാൻ ഈ ജോക്കിയുടെ കൂടെ ഇങ്ങനെ നമ്മുടെ ജോക്കി ഒരു സെക്കൻഡ്, നമ്മുടെ വണ്ടി പറഞ്ഞോക്കി. നമ്മള് ദർശനമായിട്ടൊക്കെ നല്ല കമ്പനിയാണ്, മനസ്സിലായോ? ഞാൻ എന്നും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആണോ? ഓ നൈസ് ജോക്കി. ഞാനങ്ങനെ ആരോട്ട് അങ്ങനെ കോണ്ടാക്ട് സംസാരിക്കുന്ന വാസു. നീ സംസാരിക്കണ്ട, നീ സംസാരിക്കരുത്, നീ ഒരു മെമ്പറായിട്ട് സംസാരിക്കരുത്. ഞാൻ ഡീൽ ചെയ്തോളാം. എന്തെങ്കിലും കോണ്ടാക്ട് പോകുന്ന വഴിക്ക് ഒരു കാര്യം പറയാം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ കുട്ടിക്ക് വെടി കിട്ടിയ മീയെ കാണാൻ പോവാം. അവിടെ എല്ലാരും എനിക്ക് അറിഞ്ഞൂടാ, ആ പെണ്ണിനെ കാണാൻ പോയിട്ട് മിലിറ്ററി ബേസിൽ പോയി, എന്നിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നത്. പക്ഷെ നമുക്ക് നേരെ അങ്ങ് പോവാം. എന്തിനാണ് ഇപ്പൊ റേഡിയോ? ലിമിറ്റഡ് ഇൻവൈറ്റ്സേ ഉള്ളൂ. ഒന്ന് ഞാൻ, ഒന്ന് നീ, ചന്ദ്രനെ കൂട്ടാം, പിന്നെ നമ്മുടെ ജോണി മാമൻ. പേടിയുണ്ടാ? ഹലോ 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 കേക്കാമാരാ? അമ്പത്തൂരാണോ? അതെ അതെ, അമ്പത്തൂർ സിംഗം പറഞ്ഞോ. ഓക്കെ, ഞാൻ നമ്പർ മാറ്റിട്ട് വിളിച്ചതാ. ഇല്ല, ഞാൻ അമ്പത്തൂരാണ്, പറഞ്ഞോ. അതല്ല, ഞാനേ സൗണ്ട് കേട്ടപ്പോ മനസ്സിലാക്കിയതാണ്. ഞാനൊന്ന് വിളിച്ചത് ആരൊരാൾക്കായിരുന്നു. ആണല്ലേ? ഞാൻ അമ്പത്തൂരായിരുന്നു. അമ്പത്തൂരാന്ന് മനസ്സിലായി, അമ്പത്തൂരിന്റെ സൗണ്ട് കേട്ടപ്പോഴേ. അതെ 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 അതെ. എന്തിനായിരുന്നു വിളിച്ചത്? അല്ല, എന്റെ ഒരു കുട്ടിക്ക് വിളിച്ചതാ. പക്ഷെ ഇപ്പത്തെ സിസ്റ്റത്തിൽ നമ്പർ ഇങ്ങനെ കാണിപ്പോലെ, ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ചന്ദ്രകാന്തം ജോക്കി പറ. അപ്പം നമുക്ക് മീയനെ കാണാൻ ആദ്യം പോവാം. പോയിട്ട് വരാം. ബുദ്ധിമുട്ടുണ്ടോ? ലൈക്ക് വലിയ സംഭവമൊന്നുമല്ല, മീയെ ഇങ്ങനെ നമ്മൾ എത്തി നോക്കുന്നു. പെട്ടെന്ന് ശ്രദ്ധിച്ചു പോലും ഇല്ല. രായ എന്തുണ്ട് രായ? ഞാൻ ആദ്യം പേടിയൊന്നും വിളിക്കട്ടെ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, കുറച്ച് കാര്യങ്ങളും വണ്ടി എടുത്തിട്ടോ. ജോക്കി ലവ് ദർശന അങ്ങനൊക്കെ സ്പാം ആയി തുടങ്ങിയല്ലേ ചാറ്റില്? എന്ത് ചേട്ടാ പറ. ഹലോ ഉസ്മാനെ, എന്താ പരിപാടി? ഞങ്ങളൊരു മീറ്റിങ്ങിന് പോകാൻ നിക്കണ്. ഭയങ്കര കോൺഫിഡൻഷ്യൽ മീറ്റിംഗ്, പുറത്തു പറയാൻ പറ്റത്തില്ല. സംഭവം കൊണ്ടുവരുന്നുണ്ട്. നീ സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ നിന്നില്ല, ആബ്സെന്റാ. ആബ്സെന്റാ? നീയാ? വലിയ ആബ്സെന്റ്, ടീച്ചർ ആബ്സെന്റാ. ഓ, 10 ദിവസം വരണം. അതപ്പോ വീക്കിലി ഒരു ദിവസം തുറക്കുള്ളല്ലേ? വീക്കിലി ഒരു ദിവസം. ബാക്കി 6 ദിവസം ക്ലാസ്സില്ല. വേറെ ഒന്നുണ്ട്, മറ്റന്നാളെ നമ്മള് പുതിയൊരു സാധനം കൂട്ടിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്യണ മാസം. എന്ത് സാധനം കൊണ്ടുവരുന്നെന്ന് പറ. അത് ഞാൻ സീക്രട്ട് ആണ്, അത് ഞാൻ പറയില്ല. അത് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരാം. ഉദ്ഘാടനം ചെയ്ത് തന്നെ. സ്റ്റാൻഡേർഡ് സാധനം ആയിരിക്കണേ, അപ്പ സാധനം നമുക്ക് പറ്റൂല. ഇല്ല ഇല്ല ഇല്ല, സ്റ്റാൻഡേർഡ് സാധനം. ഓക്കെ ഉസ്മാനെ. ജോക്കി ഒരു മിനിറ്റ്, ചന്ദ്രൻ വിളിക്കണം. അവന്റെ അടുത്ത് അവന്റെ പേരെന്തെന്ന് ചോദിച്ചാണ്. പേരെന്താടാ? എന്തിന്? രാമചന്ദ്രൻ. ഇവന് നിന്നെ ഒരു വട്ടം പരിചയപ്പെട്ടല്ലേ? പിള്ളേരുടെ ഓരോ ഫാഷന്. പിള്ളേരൊക്കെ കേട്ടില്ല. പിന്നെ വീടാൻ പറ്റും, ടോയ്ലറ്റ് ഉണ്ടാവില്ലേ? പോക്കറ്റിട്ട് പോയാ? ഒറ്റക്കിട്ടിട്ട് പോയ പിന്നെ നിന്നെ ഞാൻ കൂടെ കൊണ്ടുവരാൻ. നീ എന്റെ മോനാ? എനിക്ക് അച്ഛനില്ല. എല്ലാരും ഞാൻ ഇതായിട്ട് നോക്കണോ? അണ്ണ അവനൊരു ഗാർഡിയനാവണ സിറ്റിയിലെ ഓരോ മകനും
ഒരാഗ്രഹം ഉണ്ടാവൂലേ തന്ത വേണമെന്ന്. നീ എടുത്ത് വെച്ച് വളർത്ത്. നീ എടുത്ത് ഒരെണ്ണത്തിന് എടുത്തന്നെ നിനക്ക് ഇത് നീ എടുത്ത് വെച്ച് വളർത്ത്. മോനെ എനിക്കൊരു സ്ഥലം വരെ പോണം, ഞാൻ പോയിട്ട് വരാവേ. കക്കൂസിലാണോന്ന് ചോദിച്ചായിരുന്നു, ഇപ്പൊ അടിച്ചേനെ അവനെ. പിന്നെ സംസാരിക്കേ. ഇതാണ് ദർശനയുടെ ഫ്രണ്ട്. ഹലോ, കുട്ടിയുടെ പേരെന്താ? ഐഷ. കുട്ടിയുടെ പേര് ആയിഷ. ആയിഷ ഇതിന്റെ ആയിഷ, ദർശനയുടെ ഫ്രണ്ട്. ഞാനൊരു മീറ്റിങ്ങിന് പോവായിരുന്നു. അപ്പൊ പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോ പരിചയപ്പെടാം. ഓക്കെ. വേണ്ട, വേണമെന്നില്ല. ഹായ് ആയിഷ. ഹലോ. ഇവിടെ എന്നെ കൊണ്ടുപോയെ. ഹലോ. ഹലോ. എടുക്കാം. വാ വാ വാ. ഇവൻ പറയുന്ന അണ്ണന്റെ മോന്നാണ് മാറ്റിക്കുന്നത്. ജോഗി കേറ്, ജോഗി കേറ്. ജോഗി എത്ര പേർക്ക് പോകാൻ പറ്റും ഇവിടെ? ജോണിയൊക്കെ നമ്മള് സെറ്റാക്കി വെച്ചേക്കുവായിരുന്നേ. ഹലോ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ. സുഖം 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 സുഖം. ഞങ്ങളൊരു മീറ്റിങ്ങിന് പോകണം. 4 പേരെ പറ്റത്തുള്ളൂ. നമുക്ക് വെള്ളം വെക്കാം. ഇത് ജുഗുറിനെയാണോ അടിച്ചിട്ട്? ജുഗുറാണോ അത്? കാര്യം പറയട്ടെ, ഞാൻ തീരുമാനം എന്തോന്നറിയോ എടുത്ത് വളർത്തിയാ മതിയടാ. നിന്റെ മോനാക്കി വളർത്തിക്കോ. രണ്ടപ്പന്മാരോട് ഒരുമിച്ചിരിക്കണേ. അപ്പന്മാർ രണ്ടുപേരും കേറിയേ. മോനെ ഒന്ന് ഞങ്ങളൊരു ആവശ്യത്തിന് പോണടാ മോനെ. കത്തിനുണ്ടെന്ന് പറഞ്ഞോ? ഒന്ന് വിളിച്ച് നീ എന്തിനാണ് ഇതിനൊക്കെ കൊണ്ടുവരണേ? ടി വി ആകൂടെ ഇതിപ്പോ? അണ്ണന്റെ മോ ഇത്. നിന്റെ അച്ഛന്റെ മോൻ. ഇപ്പൊ ഉസ്മാൻ പറഞ്ഞു എടാ വണ്ടി എടുത്തിട്ട് വാടാ. അപ്പാപ്പനെ ജോണി മാമനെ ഇവിടെ ഒരു വണ്ടിക്കകത്ത് കിട്ടാ. അതാ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടാ പോകുന്നുണ്ടെന്ന് അറിയത്തില്ല. ഒരു സാൻഡി ഹോസ്പിറ്റലിൽ എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് വാസവന്റെ കല്യാണത്തെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? അല്ല അന്ന് ഒന്ന് ശരിക്കും കല്യാണം നടത്താൻ പോയിട്ട് ഒരുമാതിരി ഞാൻ പറഞ്ഞ വാസവന്റെ സിംഗിൾ ഒരാളെ പ്രേമിക്കാൻ കെട്ടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല ഇപ്പൊ. അണ്ണല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ? നിന്റെ അച്ഛനോട് പറഞ്ഞു, ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞു. നിന്റെ ഒരു പെണ്ണ് കെട്ടാൻ പോയതിന്റെ അവളെ നമ്പർ പരിപാടിക്ക് പോവാണ്. ഞാൻ വന്നിട്ട് വിളിക്കാം. ശരി. ഓക്കെ. എന്നെ അമ്പത്തൂരല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തന്മാര് വിളിക്കണ ജോക്കി. ബാങ്കിലാണോ പോണ്ടേ ഇപ്പൊ? സാൻഡി ഹോസ്പിറ്റലിൽ പോടാ, അവര് വരുമെന്നാ പറഞ്ഞത്. ഇത് വലിയ സംഭവം ഒന്നും അല്ല. വാസു ചുമ്മാ മീയെ കാണുക, അനുശോചനം രേഖപ്പെടുത്തുക, തിരിച്ചു വരിക. ഹലോ, ആരാ? സുഖമാണോ? നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമൊന്നുമില്ല അണ്ണാ. അതെന്ത് അതെങ്ങനെ? ഞാൻ ടിവിയുടെ ശത്രുക്കളൊക്കെ എങ്ങനെയാണ് നിന്റെ ശത്രുക്കളാവണേ? ലഘൂകരിച്ച പരിപാടി. നീ വാറിന്റെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കോക്രയും ഒക്കെ കാണിച്ച് സൈഡിൽ നിൽക്കുന്നതിന്റെയാണ് നിനക്ക് ഈ അടിയൊക്കെ കിട്ടുന്നത്. നീ എന്തിനാ ചെയ്യണേ? കൂട്ട് തുടങ്ങിയപ്പോ തന്നെ അടിയുള്ളത്. പിന്നെ എന്തിനാ അവന്റെ കൂടെ നടക്കണേ? ഇവനെ ഉപേക്ഷിച്ച് നടന്നൂടെ? ഞാനതൊക്കെ ഇതുണ്ടോ? ഞാൻ ഒരു മീറ്റിങ്ങിന് പോവാ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹായ്, ഓർമ്മയുണ്ടോ? എന്നെ മറന്നു പോകാൻ വഴിയുണ്ട്.
ചെറിയ ചെറിയ കേക്കാവോ മോനെ? ജോക്കി ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഈ കോളിലൂടെ ഞാൻ വിളിക്കാം. എന്നാ ഞാൻ എന്റെ എങ്ങനെയാണ് എന്റെ ഇതൊന്ന് നോക്കട്ടെ. രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിച്ചായിരുന്നോ? ഓ ഇല്ലടാ നീ ഊട്ടി കൊടുക്കിനി രാത്രി നമ്മള് കഴിച്ചൊരു വാക്ക് കഴിക്കത്തില്ല. വെള്ളമൊക്കെ കുടിക്കണം. ചൂടാണേ ഇപ്പൊ. മൂത്രം കുടിക്കാം വെള്ളമല്ല എന്ത് പിണഞ്ഞിരിക്കുന്ന പുറകെ ജോക്കി പറ എന്തോ പറയാനുള്ള ജോക്കിക്ക് പറയാനുള്ള എടാ ഈ നാം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ ഫോണൊന്ന് വെക്കാൻ പറ ജോക്കി. വെള്ളം കുടിച്ചോ മൂത്രം ഒഴിച്ചോ അപ്പിയിട്ടോ? അല്ല ഇതെനിക്ക് നിന്റെ അടുത്ത് ഒറ്റക്കായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് ഞാനിപ്പോ കഴിഞ്ഞിട്ട് പറയാം. ഞാൻ വണ്ടി വെറുതെ വന്ന് എത്തി നോക്കല്ലേ ചന്ദ്രബോസ്. എത്തി നോക്കല്ലേ പ്ലീസ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. കേക്ക് ഇല്ലേ കേക്കയുടെ കൂടെ ഒരു യാസ്മിൻ ഇല്ലേ? യാസ്മിൻ നമ്മളന്ന് മറ്റേ പരിപാടിക്ക് ജീവൻ കൊടുത്ത് നിൽക്കാൻ നേരം കേക്കയുടെ മുമ്പിൽ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നത് യാസ്മിനാണ്. എന്റെ മുമ്പിൽ തോക്കും പിടിച്ചുകൊണ്ടിരിക്കാൻ പോയിട്ട് ഒന്നിനുമില്ലാതെ മറ്റേ കയ്യിൽ കൊടുക്കാതെ ജോണിപ്പാപ്പ മാത്രമേ ഉള്ളായിരുന്നു കൂടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് കേക്കെ പറഞ്ഞു എനിക്ക് പിന്നെ പുറത്ത് കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് നോക്കി നടത്താനും പറ്റത്തൊന്നുമില്ല. നിനക്കാണെങ്കിൽ മറ്റേ അണ്ടി കച്ചവടം തോക്ക് മറ്റേത് മറിച്ചത് പിള്ളേരെ നോക്കണം എന്തൊക്കെ പരിപാടികളല്ലേ. അപ്പൊ ഞാൻ ഇരിക്കുന്നിരിപ്പി ഇത് നമ്മൾ തമ്മിലുള്ള സംസാരമാണ്. ഇത് ആരടുത്ത് സംസാരിക്കാൻ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കും. നമ്മൾ തമ്മിൽ നിൽക്കണം. ഉറപ്പായിട്ടും. അങ്ങനെ ഞാനൊരു പിയനെ വെച്ചാലോ ഇങ്ങനെ ആലോചിച്ചു. കുത്തിരി അങ്ങനല്ല ചുമ്മാ എന്റെ മോനെ ഒച്ചയ്ക്ക് കുണ്ടി തട്ടുമ്പോ ഒരു സുഖം കിട്ടാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞതാണ്. ഹലോ 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 ആരാ? ഞാൻ ലൂസിയ. എവിടായിരുന്നു? ഞാനൊന്ന് നാട്ടിൽ വരെ പോയിക്കുവായിരുന്നേ. നമ്പരൊക്കെ മാറിയോ? ആ ഇതെന്റെ പുതിയ നമ്പറാണ്. ഞാൻ പഴയ നമ്പറിൽ എന്തോരം വിളിച്ചെന്നറിയോ? ഞാനോർത്ത് എന്നെ മറ്റേ ഫേസ്ബുക്ക് അമ്മാവന്മാരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് പോകുന്ന കോളേജ് പിള്ളേരെ പോലെ ബ്ലോക്ക് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത്. അയ്യോ അങ്ങനല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫോണെല്ലാം പോയല്ലോ, അപ്പം എന്റെ നമ്പർ എല്ലാം പോയി. ആണല്ലേ? അങ്ങനെ കുറച്ചിതായി പോയതാണ്. ഞാനോർത്ത് എന്നെ ബ്ലോക്ക് ചെയ്തതായിരിക്കുമെന്ന് കേട്ടാ. അയ്യോ അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഇല്ല അങ്ങനെ വിചാരിക്കില്ലേ. ഇല്ല ഞാൻ ആക്ച്വലി ഞാൻ നാട്ടിൽ വന്ന് പോയതാ. അപ്പം അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി വന്നപ്പോഴത്തേക്ക് കുറച്ച് ടൈമായി. കാരണം ഫുൾ ടൈം ബിസിനസിന്റെ ഇതാ മാത്രം നിന്നപ്പോളേ. മനസ്സിലായി. ഞങ്ങളിപ്പോ മിസ്റ്റർ എക്സ് ആയിട്ട് നല്ല ബന്ധമാ. ഞാനിവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. എന്നോട് കേക്കെല്ലാം പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് വരാൻ പറ്റാത്തൊരു ഇതായി പോയതാ. അയ്യോ ഞാൻ എന്തായാലും ലൂസിയുടെ നമ്പർ പുതിയ നമ്പർ സേവ് ചെയ്യാം. ഓക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ എന്തെങ്കിലും വിളിച്ചാൽ ഞങ്ങള് ഒന്ന് ഒരു മീറ്റിങ്ങിന് പൊക്കോണ്ടിരിക്കുവായിരുന്നു, ഒരു ഗ്യാങ് മീറ്റിങ്ങിന്. ആണോ? ഓക്കെ എങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം നടക്കണം. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് കാണാം. ഓക്കെ ലൂസി. ഓക്കെ ഹാവ് എ നൈസ് ഡേ വാസു. നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ. സെയിം ദേർ. ഓക്കെ താങ്ക് യു. Number saving. Get contacts. Lucia. My third love. That.